ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂറിലെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 88 പേരാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജുബിലി ടൗൺ ഹാളിലാണ്. 2019 VJT ഹാളിനെ അയ്യങ്കാളി ഹാളെന്ന് പുനർനാമകരണം ചെയ്തു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജനാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യതയായിരുന്നത് 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ വാർഷിക വരുമാനം 6000 രൂപയ്ക്ക് മുകളിലുള്ളവർ. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്നത് 1905 മെയ് 1. 1905 റെഗുലേഷൻ പ്രധാന പ്രത്യേകതകൾ: ആകെ അംഗസംഖ്യ 100-ൽ 77 പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 23 പേരെ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. 1905 റെഗുലേഷൻ പ്രകാരം സഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ 2000 രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം അല്ലെങ്കിൽ സർവകലാശാല ബിരുദം. ഇനി റാണി സേതുലക്ഷ്മിബായ്. 1924 മുതൽ 31 വരെയാണ് ഭരണകാലഘട്ടം. ശ്രീചിത്ര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജന്റായി ഭരണം നടത്തി. തിരുവിതാംകൂറിൽ ദേവദാസി അഥവാ കുടിക്കാരി സമ്പ്രദായം 1925 നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരി 1925. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്കാണ്. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം 1926 പാസാക്കിയ ഭരണാധികാരി. മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂറിലെ ഭരണാധികാരി. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി കൂടിയാണ് ഇവർ. ഇനി PQ കോർണറിൽ താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഒരു 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. 4 സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ചെയ്യാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. മൂന്നാമത്തെ പ്രസ്താവന: തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. നാലാമത്തെ പ്രസ്താവന: സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. ഇതിൽ തെറ്റായിട്ടുള്ളത് ഈ 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ്. ബാക്കി 3 ഓപ്ഷൻസും ശരിയാണ്. കൊച്ചിൻ നായർ ആക്ട് 1937-38 പ്രകാരം ഭാര്യയ്ക്ക് സ്വന്തം മക്കൾക്കും പിന്തുടർച്ചാവകാശം അനുവദിച്ചു. ഇനി തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ശ്രീചിത്ര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീചിത്ര തിരുനാളാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഇദ്ദേഹമാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. കടൽയാത്ര നടത്തിയ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. പോപ്പിനെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീചിത്ര തിരുനാളാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖൻ അഥവാ ഗവർണറാണ് ഇദ്ദേഹം. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂറിലെ രാജാവാണ് ഇദ്ദേഹം. പുന്നപ്ര വയലാർ സമരകാലത്ത് 1946 പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീചിത്ര തിരുനാളാണ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. മുഹമ്മദ് ഹബീബുള്ള ശ്രീചിത്ര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. ശ്രീചിത്ര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ഗ്രാമീണ വികസനത്തെ മുൻനിർത്തി 1939 തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരി. ഫാക്ട് അഥവാ FACT. തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ 1943 തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക് 1932, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചത് ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്താണ്. കുണ്ടറ കളിമൺ ഫാക്ടറി, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി, ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് മുതലായ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിതമായതും ചിത്ര തിരുനാളിൻ്റെ കാലത്താണ്.
ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങളുണ്ടായി. 1938 മുതൽ 1947 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ. 1947 സെപ്റ്റംബർ 4-നാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1948 മാർച്ച് 20-ന്. പുതിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 120. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് A.J. ജോൺ. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് 1991 അന്തരിച്ചു. C.P. രാമസ്വാമി അയ്യർ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖ ദിവാനാണ് C.P. രാമസ്വാമി അയ്യർ. C.P. രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായ വർഷം 1936. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് C.P. രാമസ്വാമി അയ്യർ. ഒരേ സമയം 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂറിലെ രാജാവാണ് C.P. രാമസ്വാമി അയ്യർ. ബനാറസിലെയും അണ്ണാമലയിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ് C.P. രാമസ്വാമി അയ്യർ. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനാണ് സർ C.P. രാമസ്വാമി അയ്യർ. സർ C.P.യെ 1947 ജൂലൈ 25-ന് ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അംഗമാണ് K.C.S. മണി. K.C.S. മണിയുടെ യഥാർത്ഥ നാമം കോനാട്ടുമഠം ചിദംബരം സുബ്രഹ്മണ്യ അയ്യർ. മോർ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു വലിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനാണ് അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാനാണ് മൺറോ. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡന്റ് ദിവാനാണ് മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റാണ് മെക്കാളെ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂറിലെ ദിവാനാണ് T. രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂറിലെ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. ഇനി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണ കാലഘട്ടം എന്ന് പറഞ്ഞ് ഒറ്റ ഒരു ടൈം ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729-1258. കാർത്തിക തിരുനാൾ രാമവർമ്മ 1758-1798. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798-1810. റാണി ഗൗരി ലക്ഷ്മി ബായി 1810-1815. റാണി ഗൗരി പാർവതി ബായി 1815 മുതൽ 1829 വരെ. സ്വാതി തിരുനാൾ 1829 മുതൽ 1846 വരെ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 മുതൽ 1860 വരെ. ആയില്യം തിരുനാൾ രാമവർമ്മ 1860 മുതൽ 1880 വരെ. ശ്രീ വിശാഖം തിരുനാൾ 1880 മുതൽ 1885 വരെ. ശ്രീമൂലം തിരുനാൾ 1885 മുതൽ 1924 വരെ. റാണി സേതു ലക്ഷ്മി ബായി 1924 മുതൽ 1931 വരെ. ശ്രീ ചിത്ര തിരുനാൾ 1931 മുതൽ 1949 വരെ. ഇനി ക്ലിയർ കട്ട് എന്ന് പറഞ്ഞൊരു ബോക്സിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് രൂപീകൃതമായത് 1938-ലാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയ വർഷം 1965. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് 1956. ഇനി തിരുവിതാംകൂർ സർവകലാശാല. കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1957. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലറാണ് ശ്രീ ചിത്ര തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് സർ C.P. രാമസ്വാമി അയ്യർ. ഇനി പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന ഒരു വലിയ ബോക്സിൽ എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ശങ്കരവാര്യറാണ്. തിരുവിതാംകൂർ പോലീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് O.M. ബെൻസ്ലി ആണ്. അമേരിക്കൻ മോഡൽ ഭരണം ആവിഷ്കരിച്ചത് C.P. രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയം വഹിച്ച ഹൈന്ദവേതരനായ ആദ്യ വ്യക്തിയാണ് M.E. വാട്ട്സ്. 1933 നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച തിരുവിതാംകൂറിലെ ദിവാനാണ് T. ഓസ്റ്റിൻ. വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂറിലെ ദിവാനാണ് T. രാമറാവു. ചിത്ര തിരുനാളിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് V.S. സുബ്രഹ്മണ്യ അയ്യർ. തിരുവിതാംകൂറിൽ അവസാന ദിവാനാണ് P.G.N. ഉണ്ണിത്താൻ.
ആക്ടിംഗ് ദിവാനാണ് PGN ഉണ്ണിത്താൻ. തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ടാണ് ഒലിവർ H. ബെൻസ്ലി. 1881.